നടക്കാൻ പോകുന്ന എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണി ആണ് കേട്ടോ. ഇങ്ങനെയുള്ള ഇങ്ങനെയായി, അതായത് ഒരു 20-25 kg ഞാൻ ഇങ്ങനെ ഗെയിൻ ചെയ്തു എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. സോ ഒത്തിരി പേർക്ക് ഇത് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ശ്രുതി ഇങ്ങനെയായി, എന്താ അതിന് റീസൺ, എന്താ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ ബോഡി ടൈപ്പ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത് മാത്രമല്ല, എൻ്റെ സ്കിൻ ടോൺ ആയിക്കോട്ടെ, സോ തന്നെ സ്കിന്നിന്റെ ടെക്സ്ചർ ആയിക്കോട്ടെ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയാലും എന്നോട് 1-2 പേര് ചോദിച്ചൊരു കാര്യമാണ്, നീ ഇങ്ങനെ സ്കിൻ കെയറും ബ്യൂട്ടി ടിപ്സും മാത്രമായിട്ട് ഇങ്ങനെ പോകല്ലേ, എങ്ങനെയാണ് ഈ വെയിറ്റ് ഗെയിൻ ചെയ്തത്, എന്താ ടിപ്സ് എന്താന്നൊക്കെ. സോ അവർക്ക് കൂടെ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ എങ്ങനെ ഇത്രയും വെയിറ്റ് ഗെയിൻ ചെയ്തത് പെട്ടെന്ന്, കാരണം ഞാൻ എന്ത് കഴിച്ചാലും തടിക്കാത്തൊരു ബോഡി ടൈപ്പ് ആയിരുന്നു. എന്ത് വേണമെങ്കിലും എനിക്ക് കഴിക്കായിരുന്നു, പക്ഷെ ഞാൻ തടിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ബോഡി ടൈപ്പിന് എങ്ങനെയാണ് കുറച്ചുകൂടെ ചബ്ബി ആയത് എന്നാണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരിക്കും, ഇപ്പൊ സ്കെൽറ്റ് ആയിക്കോട്ടെ, തടിച്ചവരായിരിക്കോട്ടെ, എല്ലാവരും ഉണ്ടായിരിക്കും. സോ നിങ്ങൾ മറ്റുള്ള ഒരു കാരണമാണ്, അതായത് മറ്റുള്ളൊരു ബോഡി ഷെയിം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബോഡി ടൈപ്പ് മാറ്റാൻ ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഒട്ടും യോജിക്കുന്നില്ല കേട്ടോ. കാരണം ഞാനൊക്കെ ഒത്തിരി ബോഡി ഷെയിമിങ് ഏറ്റ ഒരാളാണ്. അന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ബോഡി ഷെയിമിങ് ആണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയ ഒരു വേർഡ് വന്നിട്ട്. അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, അത് ഉണ്ടെങ്കിൽ പോയി നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങൾ 3 പിള്ളേരാണ്. സോ അമ്മ, അച്ഛൻ, ബാക്കി 2 ആളും ഞാനും. അതിൽ ഞാൻ മാത്രമാണ് വേറൊരു ബോഡി ടൈപ്പ്. ബാക്കി എല്ലാവരും ഭയങ്കര ചബ്ബിയായിട്ട് നല്ല ക്യൂട്ട് കുട്ടപ്പന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ ഞാന് കുറച്ച് സ്കെൽറ്റ് ആയിട്ട് ഇങ്ങനെയായിരുന്നു. സോ മൊത്തത്തിൽ ഞാൻ മാത്രം വേറെ. ഇപ്പൊ എന്നോട് ഒരു ഫംഗ്ഷന് പോവാണെങ്കിലും പുറത്തിറങ്ങിയാലും ഒക്കെ ചോദിക്കായിരുന്നു, ഇതാരുടെ കുട്ടിയാ, വല്യമ്മയുടെ കുട്ടിയാണോ, ആങ്ങളയുടെ മോളാണോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അമ്മയുടെ മോളാണോ എന്ന് ചോദിക്കാറില്ലായിരുന്നു. അതുപോലെ തന്നെ എന്താ അവൾക്ക് കഴിക്കാനൊന്നും കൊടുക്കലില്ല, നിങ്ങൾ തന്നെയാണോ കഴിക്കാറ്, എന്താ അത് കോലം, അങ്ങനെ പല രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, പക്ഷെ അതൊന്നും എനിക്ക് അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ടില്ല അന്ന്. കാരണം അന്ന് അതങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ്, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെയാണ് മനസ്സിലാകുന്നത് അന്ന് ആരും ചെറിയ കുട്ടീനോട് എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിച്ചിട്ടുണ്ടായിരുന്നേ എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടില്ല. പക്ഷെ അത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആരൊക്കെ ചോദിച്ചിട്ടുണ്ട്, എനിക്കിപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ സംഭവം. പക്ഷെ ഇപ്പോഴായാലും ഞാൻ ബോഡി ഷെയ്മിങ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തടിച്ചല്ലോ, വണ്ണം വെച്ചല്ലോ, അങ്ങനെ ഇങ്ങനെ, കഴിക്കല് കുറച്ചുകൂടെ, അങ്ങനെ പല രീതിക്ക് കേൾക്കുന്നുണ്ട്. സോ ഞാൻ അതിലൊന്നും സങ്കടപ്പെട്ടിരിക്കുന്ന ആളല്ല. ആരെങ്കിലും എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ തേക്കാനേ പോകുന്നില്ല. എനിക്ക് ഏൽക്കും, അല്ലെങ്കിൽ നമുക്ക് ഏൽക്കും. എപ്പം എന്താന്ന് വെച്ചാൽ, ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങി എന്റെ പ്രിയപ്പെട്ട ഡ്രസ്സ് എനിക്ക് ടൈറ്റ് ആയാൽ, അല്ലെങ്കിൽ അത് ഇട്ടിട്ട് അയ്യോ ലൂസ് ആണല്ലോ, എനിക്ക് ഭംഗിയില്ലല്ലോ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് സങ്കടമായിരിക്കും. അതല്ലാണ്ട് മറ്റുള്ളവരൊന്നും പറയുന്നത് എനിക്ക് അങ്ങനെ കൊള്ളാറേ ഇല്ല. ഞാൻ അത് ആലോചിച്ച് നിൽക്കാറേ ഇല്ല കേട്ടോ. സോ അതിന്റെ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സങ്കടപ്പെടുന്നു വേണ്ട. ഏത് ബോഡി ടൈപ്പ് ആയാലും നമ്മൾ അതിൽ ഹാപ്പി ആണോ എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ സ്കെൽറ്റ് ആയിട്ട് ഓക്കെ, ബോഡി ടൈപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം, എനിക്കൊന്ന് തടിക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് തന്നെ പറയാൻ കാരണം, ചില കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് എന്തായാലും വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ തോന്നുന്നത്. സോ കാരണം എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എടുത്തു പറയാം, ഞാൻ അങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന് കരുതി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്റെ ലൈഫ് സ്റ്റൈലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ആയതിനു ശേഷമാണ് ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത് എന്നത് എനിക്കറിയാം കേട്ടോ. സോ അത് എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നല്ല നീണ്ട് മെലിഞ്ഞ നെക്കും, നല്ല കവിളൊക്കെ ഭയങ്കര ഒട്ടി പിടിച്ചിട്ട് നല്ല ചീക്ക് ബോണൊക്കെ കാണായിരുന്നു നന്നായിട്ട്. ഇപ്പോഴാണ് ചീക്ക് ബോണും കാര്യങ്ങളും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ആ രണ്ടെണ്ണത്തിൽ കുറച്ച് ഡിഫറെന്റ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് അങ്ങനെ ഏത് ഡ്രസ്സ് ഇട്ടാലും അങ്ങോട്ട് ചേരുന്നില്ല, സംതിങ് മിസ്റ്റേക്ക്, എന്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ തോന്നിയായിരുന്നു. എന്തിട്ടിട്ട് ഒരു സുഖം കിട്ടുന്നില്ല എന്ന് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോ അതിനുശേഷമാണ് എനിക്കൊന്ന് ചേഞ്ച് ആവണം എന്നുള്ളതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ടിപ്സിലോട്ട് വരാൻ, വല്ലാണ്ട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ഫുഡിന്റെ രീതിയിലാണ് കേട്ടോ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ പലരുടെ ഒരു ധാരണ ഉണ്ട്, നമ്മൾ മെലിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഡയറ്റ് എടുക്കുന്നതെന്ന്. ഒരിക്കലും അല്ല, നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഡയറ്റ് ഫോളോ ചെയ്യണം. സോ നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ് വേണം, ഫൈബർ വേണം, അതുപോലെ തന്നെ എല്ലാം തന്നെ വേണം, എല്ലാ ഒരു പാകത്തിന് വേണം കേട്ടോ. അപ്പൊ കാർബോഹൈഡ്രേറ്റും ഫൈബറും പ്രോട്ടീനും ഒക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ആക്കുക. ഇപ്പൊ പലരും പറയുന്നുണ്ട്, ഞാൻ കഴിച്ചിട്ടൊന്നും വണ്ണം വെക്കുന്നില്ല, ഞാൻ കുറെ ശ്രമിച്ചു എന്ന്. എവിടെ ശ്രമിച്ചു? നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം പലരും ഇത് കഴിക്കുക, നോർമലി കഴിക്കുക, എന്നിട്ട് തടിക്കുന്നില്ലല്ലോ എന്നാവും ചിന്തിക്കുക. പക്ഷെ ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. ഫസ്റ്റ് വൺ വന്നിട്ട്, നമ്മൾ 3 നേരം കഴിക്കുന്നവരാണെങ്കിൽ അത് നേരെ 5 തവണയായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ലഞ്ച് കഴിക്കും, ഡിന്നർ കഴിക്കും, ഇതായിരിക്കും മെയിൻ കോഴ്സസ് വരിക. പക്ഷെ നിങ്ങൾ 5 ആക്കിയിട്ട് മാറ്റുക.
അതുപോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-11 മണിയാകുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഒരു ബ്രഞ്ച് കഴിക്കുക. അതായത് നിങ്ങൾക്ക് സ്മൂത്തി ആയിട്ടോ ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും നോർമൽ ഫുഡ് തന്നെയോ നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ കഴിക്കുക. അതുപോലെ ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈവനിങ് ടൈമിൽ നിങ്ങൾ ഡിന്നറിന് മുന്നേ ആയിട്ട് തന്നെ ഇതുപോലെ ഒരു സ്മൂത്തിയോ അല്ലെങ്കിൽ ചോറ് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു മീല് നിങ്ങൾ ആ ടൈം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അത് എന്തൊക്കെ കഴിക്കുക എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാക്സിമം നിങ്ങൾ റൈസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സത്യം പറയാലോ, നന്നായിട്ട് എന്റെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കാരണമായ ഒരാള് റൈസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൈസ് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്. സംഭവം ബിരിയാണിനേക്കാളും അല്ലെങ്കിൽ നെയ്ച്ചോറ് അത്തരം കാര്യത്തിനേക്കാളൊക്കെ എനിക്കിഷ്ടം നമ്മുടെ നാടൻ ചോറാണ്. സോ നിങ്ങൾ റൈസ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് പണ്ടൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പണ്ട് മീൻസ് ഞാൻ 12th വരെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യായിരുന്നു. നോർമൽ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് വെള്ളം കുടിച്ചാൽ മതി, അത് ഒത്തിരി ഏറി കഴിഞ്ഞാൽ ഞാൻ അപ്പെല്ലാം വൊമിറ്റ് ചെയ്യായിരുന്നു. അതുപോലെ ഒരു ഉരുള ചോറ് അയ്യോ ലാസ്റ്റ് ബാലൻസ് ആക്കണ്ടല്ലോ എന്ന് കരുതി കഴിച്ചാൽ മതി, ഞാൻ വൊമിറ്റ് ചെയ്യായിരുന്നു. സോ ഈ ഒരു കാരണമൊക്കെ എന്റെ ബോഡി ടൈപ്പിനെ ബാധിച്ചിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാത്തതിന് കാരണം അതൊക്കെ ആയിരുന്നു കേട്ടോ. സോ അതൊക്കെ ഇപ്പൊ നിന്നിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി നാളായിട്ട് ഞാൻ വൊമിറ്റ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പൊ വന്നിട്ട് നമുക്ക് 2 ടൈപ്പ് ബോഡി ടൈപ്പ് ഉണ്ട് കേട്ടോ. അതും കൂടെ ആദ്യം പറഞ്ഞേക്കാം. ഒരാൾ പറയും, അതായത് ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ നിന്നെ പോലെ തന്നെ അല്ലെങ്കിൽ നിന്നേക്കാളും കൂടുതൽ ഞാൻ കഴിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തടിക്കുന്നില്ലല്ലോ, ഞാൻ എന്ത് കഴിച്ചിട്ടും തടിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അതിനൊരു റീസൺ വന്നിട്ട് ചിലപ്പോൾ വല്ല എന്തെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതായിരിക്കും കേട്ടോ. സോ അങ്ങനെയുള്ളവരായാലും ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് തന്നെയാണോ നിങ്ങൾക്കൊന്ന് ഉറപ്പ് വരുത്താലോ, ഐ മീൻ ട്രൈ ചെയ്ത് നോക്കാലോ. ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേണമെങ്കിൽ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചാൽ മതിയായിരിക്കും എന്ന് എനിക്ക് തോന്നേട്ടോ. സോ പിന്നെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു. ഞാൻ എന്ത് കഴിച്ചാലും ഞാൻ തടിക്കില്ല. അത്യാവശ്യം നോർമലി കഴിക്കലുണ്ടായിരുന്നു, എന്നിട്ടും തടിക്കാത്ത ഒരാളായിരുന്നു അന്ന് ഞാൻ. പിന്നെ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു. ഒരു 2 ഉരുള 3 ഉരുള കഴിയുമ്പോഴേക്ക് വയറ് ഫില്ല് ആയി, എനിക്കൊന്നും കഴിയില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് തീരെ കഴിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കും. സോ നമ്മുടെ വയറ് വന്നിട്ട് കുറച്ച് എലാസ്റ്റിസിറ്റി, അത് സ്ട്രെച്ചബിൾ ആണ്, നമുക്കറിയാലോ. കുറച്ച് വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ കുറെ ചോറ് കഴിച്ചാൽ നമ്മുടെ വയറിങ്ങനെ വീർത്ത് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചുരുങ്ങും, പിന്നെയും വയറ് വീർത്ത്, നമ്മൾ എത്രത്തോളം കഴിക്കുന്നത് അതിനനുസരിച്ച് വയറിങ്ങനെ വീർത്ത് വരും. ആ ഒരു കപ്പാസിറ്റി നമ്മുടെ വയറിന് വന്നിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റൊമക്ക് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ സ്റ്റിൽ ഇപ്പൊ ഒരു അളവ് പറയാണ്, ഒരു ഒറ്റ മുട്ട കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞു എന്ന് വിചാരിക്കുക. അത് നമുക്ക് വയറ് വലുതാവാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നില്ല. കറക്റ്റ് ഒരു മുട്ട തന്നെ നമ്മളെന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുട്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അളവ് കുറച്ചായിട്ട് കൂട്ടി വരിക, എന്നാൽ മാത്രമേ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നുള്ളൂ. സ്ട്രെച്ച് ചെയ്താലേ സ്പേസ് ഉണ്ടാവുള്ളൂ, അപ്പോഴേ നമുക്ക് വീണ്ടും കഴിക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ആ ഒരു കാര്യമാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് വൺ, നിങ്ങൾ 5 നേരമായിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത് എന്തെങ്കിലും ആയിട്ട്. അതുപോലെ തന്നെ റൈസ് നിങ്ങൾ മാക്സിമം നിങ്ങളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റൈസും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഇന്നിപ്പോ 1.5 കോരി ചോറാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഒരു 2ലേക്ക് മാറ്റും. 1.5 ഉള്ളത് ഒരു 1/2 കൂടി കൂട്ടിയെടുക്കുക. അത്ര മാത്രം കൂട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ 1/2 വീതം ഒന്ന് കൂട്ടി വരിക. അതല്ലാണ്ട് ഇന്ന് 1.5 കഴിച്ചു, ഇനിയിപ്പോ നാളെ തൊട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യണമല്ലോ, 3 കോരി ചോറ് ഞാൻ തിന്നണല്ലോ എന്ന് കരുതും. പക്ഷെ അങ്ങനെ കരുതരുത്, നിങ്ങളെ കൊണ്ട് കഴിയൂല. 2 ദിവസത്തിൽ നിങ്ങൾ പായം മടക്കി പോവും. അതായത് നിങ്ങൾ ഡയറ്റ് ഒക്കെ നിർത്തി പോകും കേട്ടോ, കാരണം മടുക്കും, നമുക്ക് കഴിയൂല. സോ നിങ്ങൾ ഫസ്റ്റ് 1.5 കോരി ആണെങ്കിൽ ഒരു 1, 1.25 അല്ലെങ്കിൽ 2 അതിലേക്ക് മാത്രം നിങ്ങൾ ഒതുക്കിയിട്ട് 1-2 ആഴ്ച നിങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന ടിപ്സ് ഒന്നും നിങ്ങൾ 2 ദിവസം ചെയ്താൽ പിറ്റേ ദിവസത്തേക്ക് ഭയങ്കര ചബ്ബിയായിട്ട് മാറുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 5-6 മാസം കൊണ്ട് എന്തായാലും നിങ്ങൾക്കൊരു ഡിഫറൻറ്റ് കണ്ടുവരും. അതിന് മുന്നേ കണ്ടുവരും, പക്ഷെ ഒരു ടോട്ടൽ ഡിഫറൻറ്റ് നിങ്ങൾക്ക് അന്നത്തേക്ക് എന്തായാലും നിങ്ങൾക്കൊരു കിലോസ് കൂടാൻ ഹെൽപ്പ് ആവും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഡിവൈഡ് ചെയ്ത് 5 മീലാക്കുക. പിന്നെ വന്നിട്ട് റൈസ്, നിങ്ങൾക്ക് 3 നേരം റൈസ് കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 3 നേരം കഴിക്കാനേ ഞാൻ പറയുള്ളൂ. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ പഴങ്കഞ്ഞിക്കായിട്ട് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റും ആയിരിക്കും, നന്നായിട്ട് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ആകും കേട്ടോ. സോ നിങ്ങൾ പഴങ്കഞ്ഞി ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മാക്സിമം 3 നേരം ചോറ് പറ്റുമെങ്കിൽ 3 നേരം ചോറ് കഴിക്കുക. അങ്ങനെയാണ് ഫസ്റ്റത്തെ ടിപ്പ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ നല്ല ചോറ് കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തത്. ഇനി വന്നിട്ടുള്ള സെക്കൻഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്ത് 5 നേരം കഴിക്കാൻ. ഈ 5 നേരങ്ങളിൽ നിങ്ങൾ കഴിക്കുന്നത് സ്മൂത്തി ഒക്കെ ഉണ്ടാക്കി കുടിക്കുക. അതായത് നിങ്ങൾ നട്ട്സ് ഒക്കെ വാങ്ങുക, മിക്സ്ഡ് ആയിട്ടുള്ള നട്ട്സ് വാങ്ങുക, ഈത്തപ്പഴമൊക്കെ വാങ്ങി വെക്കുക. ഈ ഈത്തപ്പഴം, റോബസ്റ്റ്, നട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് സ്മൂത്തി ആക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്സ് കൂടി എടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ആക്കി ഒരു സ്മൂത്തി, പല ടൈപ്പ് സ്മൂത്തിന്റെ റെസിപ്പി ഇപ്പോൾ അവൈലബിൾ ആണ്. സോ സ്മൂത്തി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ഇടനേരത്ത് കഴിക്കുക. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കാം.
അതുപോലെ തന്നെ ഒരു കാര്യമാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ സ്മൂത്തി ഒന്നും അന്ന് കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് നല്ല സ്മൂത്തീസ് ഒക്കെ അവൈലബിൾ ആണ്. നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സ്മൂത്തി. സോ റോബസ്റ്റ പഴം, നട്ട്സ്, ഈത്തപ്പഴം ഒക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ആക്കി ഒന്ന് കഴിച്ചു നോക്കുക, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ വന്നിട്ടുള്ള കാര്യമാണ് ഈ ഏത്തപ്പഴം വന്നിട്ട്, നമ്മുടെ സാധാരണ ബനാന എന്ന് പറയുന്ന ഏത്തപ്പഴം വന്നിട്ട്, ആ ഒരു പഴം ഞാൻ ആദ്യം പണ്ടൊന്നും കഴിക്കില്ലായിരുന്നു. പിന്നെ എനിക്ക് കഴിച്ചപ്പോ ഒന്ന് ഇഷ്ടമായി. പിന്നെ ഞാൻ ഡെയിലി 1-2 ഏത്തപ്പഴം കഴിക്കായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഞാൻ കുറെ കാലം കഴിക്കായിരുന്നു. ഇപ്പൊ ഞാൻ കഴിക്കാറേ ഇല്ല, കാരണം അന്ന് ഒരുപാട് കഴിച്ചിട്ട് എനിക്കിപ്പം മടുത്തതാണ്. നിങ്ങൾ ഏത്തപ്പഴം നിങ്ങൾക്ക് പുഴുങ്ങിയിട്ടോ പച്ചയ്ക്ക് അങ്ങനെ റോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഗീലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടോ കഴിച്ചു നോക്കൂ, എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങൾ ഏത്തപ്പഴം മസ്റ്റ് ആയിട്ട് ഡെയിലി കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ ആഴ്ച 2 വട്ടം കഴിച്ചു എന്നിട്ട് ഞാൻ കഴിക്കുന്നില്ലല്ലോ എന്ന് വന്ന് പറയരുത്. ഡെയിലി നിങ്ങൾ 1-2 ഏത്തപ്പഴം കഴിക്കുക, നിങ്ങൾക്ക് ഈവനിങ് ഒക്കെ കഴിക്കുക കേട്ടോ. സോ ഈ ഒരു കാര്യം എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ചോറ് അതുപോലെ ഏത്തപ്പഴമൊക്കെ കഴിച്ചൊക്കെ തുടങ്ങിയപ്പോഴേ ഞാൻ ഈ 28-ന്ന് +2 ലെവലൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 30, 32, 34 അങ്ങനെയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അതൊന്ന് നിങ്ങൾ ഫോളോ. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ പലരും വിചാരണ്ടായിരുന്നു വെയിറ്റ് ഗെയിൻ ചെയ്തവര് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, സ്ലിം ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് വർക്കൗട്ട് എന്നുള്ളത്. വെറും തെറ്റായ ധാരണയാണ് കേട്ടോ. പണ്ടൊക്കെ ഞാൻ വെറുതെ 10 മിനിറ്റ് വെറുതെ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ വർക്കൗട്ട് ചെയ്യായിരുന്നു. കാരണം അന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. സോ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എടുത്തു പറയട്ടെ, നിങ്ങളുടെ മസിൽസ് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ടും ഒന്ന് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വർക്കൗട്ട് നന്നായിട്ട്, എക്സസൈസ് ചെയ്യുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ മെലിഞ്ഞവരാണ്, ഇവളെന്തിനാ ഇനി വർക്കൗട്ട് ചെയ്യുന്നതെന്നുള്ള ചോദ്യം ഇവിടെ ഇല്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ മസിൽസും കാര്യങ്ങളൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഗെയിൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പറ്റുവെച്ചാൽ ഞങ്ങൾ ജിമ്മിൽ പോവാം കേട്ടോ. ഞാൻ ജിമ്മിൽ പോയിരുന്ന ഒരാളായിരുന്നു. ജിമ്മിൽ പോയ ടൈമിൽ എത്രയോ പേര് സ്കെൽറ്റ് ആയവരുണ്ട്, കല്യാണമൊക്കെ വരുന്നുണ്ട്, പല പല ഇന്റൻഷൻ ആയിരിക്കും പലർക്കും. വെയിറ്റ് ഗെയിൻ ചെയ്യണം, വളരെ സ്ലിം ആന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ പറ്റുമെങ്കിൽ ജിമ്മിൽ പോവാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും വർക്കൗട്ട്, ഇപ്പൊ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചെറുതായിട്ട് ചെയ്യാം. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് വലിയൊരു ഡിഫറൻറ്റ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും കേട്ടോ. മസിൽസ് ഒക്കെ ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങും. സോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കഴിക്കുന്നതിന്റെ അളവ് കൂടും. ആ കഴിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ മുട്ട, ഈത്തപ്പഴം, റൈസ് കാര്യങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ വല്ല പാല്, നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് നിങ്ങൾ ഈ സ്മൂത്തി അടിക്കാൻ വേണ്ടിയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്കൊക്കെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴേ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ ഏത്തപ്പഴം കഴിച്ചു തുടങ്ങുക, അതുപോലെ റൈസ്, ഇതൊക്കെയായിരുന്നു എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ആദ്യം എന്നെ ആ ഒരു അത്രയും സ്കെൽറ്റായ 28 kg വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. സോ നിങ്ങൾ ഈ ഒരു ടിപ്സും കാര്യങ്ങളും ഒരു 1 മന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും ഫീഡ്ബാക്ക് ഒന്ന് ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ. ഡെയിലി ഞാൻ പറഞ്ഞ പോലെ റൈസ് കഴിക്കുക, 5 നേരം നിങ്ങൾ മീല് കഴിക്കുക. പിന്നെ പറയാനായിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക കേട്ടോ. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഞാൻ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. മാങ്ങ കഴിക്കുക, പഴുത്ത മാങ്ങ കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നാട് നമുക്ക് കിട്ടുന്ന പോലെ ചക്ക, മാങ്ങ, പപ്പായ കഴിക്കാം. അത്യാവശ്യം ഇതുപോലെ ഷുഗർ കണ്ടന്റ് കൂടുതൽ, അതായത് മധുരമൊക്കെ ഉള്ളത്, ഇതുപോലെ മാങ്ങയൊക്കെ ആയിരിക്കും ഒന്നും കൂടെ നമുക്ക് തടിക്ക് പിടിക്കുന്നത് കേട്ടോ. സോ നമ്മൾ വെയിറ്റ് ലോസിൽ മാങ്ങയൊന്നും അങ്ങനെ പറയാറില്ല, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഇതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ നിങ്ങൾ കട്ട് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം ഒരു ഫ്രൂട്ടെങ്കിലൊക്കെ ഇങ്ങനെ കഴിക്കുക. അപ്പൊ ഇതും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കി നോക്കുക കേട്ടോ. സോ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ദയവ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോഴേ ഞാനൊരു +2 കഴിഞ്ഞ് തുടങ്ങി. അതിനുശേഷം തന്നെ എനിക്കൊന്ന് കൊറോണ ടൈമൊക്കെ നമ്മൾ ഒരുപാട് ലീവൊക്കെ എടുത്ത് വീട്ടിൽ നിൽക്കുക, ഫുൾ ഇതൊക്കെ തന്നെ, ചക്ക, മാങ്ങ, പൂള. ഈ പൂള നമ്മളെ നാട്ടിൽ പറയുന്നത് കപ്പയ്ക്കാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വീഡിയോ എവിടെ നിന്നൊക്കെയുള്ളവരെ കാണുന്നത് എനിക്ക് അറിഞ്ഞൂടാ. സോ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്യേ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫുഡിൽ ഇൻക്ലൂഡ് ആക്കി നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. ഹോണസ്റ്റ്ലി ഞാൻ പറയാണ്, നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അതല്ലാണ്ട് ജങ്ക് ഫുഡ്, ഞാൻ കുറെ മന്തി കഴിച്ചു, ബിരിയാണി അങ്ങനെ നിങ്ങൾ കഴിച്ചിട്ട് വെയിറ്റ് കൂട്ടാണ്ടിരിക്കുക, അത് ഭയങ്കര ഹെൽത്തിന് കേടാണ് കേട്ടോ. ഞാൻ എന്റെ വൊമിറ്റിങ് മാറി ഇങ്ങനെ അളവ് മെല്ലെ മെല്ലെ കൂട്ടി വന്നപ്പോഴേക്ക് തന്നെ ഈ വൊമിറ്റിംഗ് ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏത്തപ്പഴമൊക്കെ ഞാൻ ഡെയിലി കഴിക്കുമായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴേ ഞാൻ 35+ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പറയുക. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.
എനിക്ക് ഞാൻ പറഞ്ഞ പോലെ 20 kgsോളാണ് കേട്ടോ ഈ ഒരു റുട്ടീനിൽ എനിക്ക് കൂടിയിട്ടുണ്ടായിരുന്നത്, എന്നെ കൂടാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഭയങ്കര സ്കെൽറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് കുറവുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് മേ ബി ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടത്, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.